ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു വെണ്ടയ്ക്ക മപ്പാസ് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ്. ചോറുണ്ണാനോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അതിനുവേണ്ടി ഞാനൊരു 8 വെണ്ടയ്ക്ക ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണം. ഒരു 3-4 മിനിറ്റ് വഴറ്റിയാൽ മതി. അന്നേരം ഈ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുക്കലുണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുക്കാക്കി എടുക്കണം. വെണ്ടയ്ക്കൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ആ വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിത് കറിയിലേക്ക് ചേർക്കുമ്പം നല്ല ഒരു വഴുക്കലുണ്ടാകും. അതുകൊണ്ട് വെണ്ടയ്ക്ക ഇങ്ങനെ വേണം നമ്മൾ ആദ്യമേ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വേണം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. വെണ്ടയ്ക്കയൊക്കെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതേ പാനിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ഒന്നും മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഈ സവാളയൊക്കെ ഒന്ന് കുക്കായി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ ഏകദേശം കുക്കായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഒരു പഴുത്ത തക്കാളി, നന്നായിട്ട് പഴുത്തത് വേണം. അതുകൂടി അരിഞ്ഞ് അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് വരണം. അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി കൂടി പോകരുത്, ഒരു 1/2 ടീസ്പൂൺ മാത്രം മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് ഈ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 മുറി തേങ്ങയുടെ 2ാം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെണ്ടയ്ക്കയോട് ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ആ പാല് ചേർത്ത് കൊടുക്കണം. മസാലയൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ 2ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താനും മറക്കരുത്. മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഈ 2ാം പാല് ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അടച്ച് വെച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പ് ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ 2 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കി ഒന്ന് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു 1/4 കപ്പ് 1ാം പാൽ ചേർത്ത് കൊടുക്കും. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിലും രുചികരമാക്കുവാൻ നമുക്കൊന്ന് താളിച്ചു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക മപ്പാസ് ഇപ്പോഴേ റെഡിയായി കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഒന്നുകൂടി ഇത് താളിച്ചു കൂടി ചേർക്കാമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ടേസ്റ്റിയാണ്. അതിനുവേണ്ടി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്.
അതിട്ടൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കും. ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മളിത് കറിയിലേക്ക് ചേർത്ത് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളിയാണ്, ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ പറയണം. അതാണ് നമ്മൾക്ക് പുതിയ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു പ്രേരണ കിട്ടുന്നത്. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരുന്നുണ്ട്. നമുക്കിതെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 15 മിനിറ്റ് അടച്ച് വെക്കണം. അപ്പോഴേ നല്ല ടേസ്റ്റോടു കൂടി ഈ കറി നമുക്ക് കിട്ടത്തുള്ളൂ. ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നിടം വരെ ബൈ ബൈ.